നമസ്കാരം. എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബീഹാറിൽ വീണ്ടും NDA അധികാരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നതെങ്കിലും ജയിച്ചത് വാസ്തവത്തിൽ ജനാധിപത്യ പ്രക്രിയ ആണോ, വലിയ വിമർശനം നേരിട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണോ, അതോ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വിശദമായി തുറന്നു കാണിച്ച വോട്ട് ചോരി അഥവാ വോട്ട് മോഷണമാണോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിരാശയോടെയെങ്കിലും ഉയരുന്നുണ്ട്. സാധാരണ ഏത് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അംഗീകരിക്കുന്നു എന്ന് തോറ്റ പാർട്ടിയുടെ നേതാക്കൾ പറയാറുണ്ട്. പക്ഷേ ബീഹാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിൻ്റെ പിന്നാലെ CPIML ലിബറേഷൻ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ 3 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ കണക്കുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ 7,42,00,000 വോട്ടർമാരുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യം 7,45,26,858 എന്നാണ്. അതായത് ഈ ഒരു പുനരവലോകനത്തിന് ശേഷം ഈ വർധന എങ്ങനെയുണ്ടായി എന്നാണ് ദീപാങ്കർ ഭട്ടാചാര്യയുടെ ചോദ്യം. ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു പ്രശ്നം നാം ചർച്ച ചെയ്യാതെ വിട്ടുകളയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് വോട്ടിനൊപ്പം മോഷ്ടിക്കപ്പെടുന്ന വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം സ്വാഭാവികമായിട്ടും NDAയെ സംബന്ധിച്ചിട്ട് ഭരണ തുടർച്ചയുടേതായിട്ടുള്ള വലിയ ആഹ്ലാദമുണ്ടാക്കും. വോട്ട് ചെയ്തവരെ സംബന്ധിച്ചിട്ടും NDAയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടും NDAയുടെ ഘടകകക്ഷികൾ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഒക്കെ പ്രധാനമായിട്ടും സംഘപരിവാറിനെ സംബന്ധിച്ചിട്ടും അത്യാഹ്ലാദം പകരുന്ന നിമിഷം ആണ് ഇത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള സംശയം ചിലരെങ്കിലും പ്രകടിപ്പിച്ചു കാണുമെന്ന് മാത്രമല്ല, വോട്ട് ചോരി അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതും ധീരമായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോയതും ഒക്കെ ഒരർത്ഥത്തിൽ വലിയ രീതിയിലുള്ള നേതാക്കളുടെ പിന്തുണയോടുകൂടിയായിരുന്നോ എന്നുള്ള ചോദ്യം സംശയാസ്പദമാണ്. രാഹുൽ ഗാന്ധി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഇപ്പോഴും ഈ രാജ്യത്ത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഒപ്പം കോൺഗ്രസ്സുകാർ പോലും ഉണ്ടോ സജീവമായിട്ട് എന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും വോട്ടിനൊപ്പം മോഷ്ടിക്കപ്പെടുന്ന വിശ്വാസ്യത എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ, അതിന് ആസ്പദമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന ജനങ്ങൾ, പശ്ചാത്തലത്തിൽ കാണിച്ച വസ്തുതകൾ, അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാത്ത മറുപടികൾ, ഇതെല്ലാം നിൽക്കെ തന്നെ അത് വലിയൊരു മുന്നേറ്റമായിട്ട് മാറും എന്നൊക്കെ വിശ്വസിച്ചിരുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയിലേക്ക് പോകേണ്ടതുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ഇനി ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ തെളിവ് സഹിതം മുന്നോട്ട് വച്ചാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ എന്തൊക്കെയോ അസംബന്ധങ്ങൾ ബാധിച്ചിട്ടുണ്ടോ? അതോ അസംബന്ധമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ വിജയം നേടിയ സമയത്ത് ഇങ്ങനെ ഒരു ടെലിവിഷൻ ചാനലിരുന്ന് വന്ന് പറയാൻ ഈ അവതാരകന് എന്ത് അസംബന്ധമാണ് ഉള്ളത്, എന്ത് വിഡ്ഢിത്തമാണ് അവതാരകൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയികളുടെ വലിയ സമൂഹം പ്രതികരിച്ചു എന്നും വന്നേക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയിട്ടുള്ള വോട്ട് ചോരി അഥവാ വോട്ട് മോഷണം എന്ന ആരോപണങ്ങളുടെ പരമ്പര ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായ, മുൻപില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും ആ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും തുടരുന്നുണ്ട് എന്നതുമാണ് യാഥാർത്ഥ്യം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതുകൊണ്ട് മാത്രം ആ പ്രതിസന്ധിയും ചോദ്യങ്ങളും തീരുന്നില്ല. ഒരു പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച നേതാവിനെയും അതിൻ്റെ പാർട്ടിയെയും നിങ്ങൾ തോൽപ്പിച്ചാലും ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുമെന്ന് പറയേണ്ടി വരുമോ എന്നതാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും നമ്മുടെ മുന്നിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള പൗരന്മാരുടെയും പൗരസമൂഹത്തിൻ്റെയും ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസത്തെ ഇളക്കി മറിക്കുന്ന ഒന്നായിരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിട്ട് NDA വീണ്ടും അധികാരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷത ഇപ്പോഴും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഇനിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞു എന്ന് വന്നേക്കാം. എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളും അത് സൂചിപ്പിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ ആ ചോദ്യചിഹ്നം തുടരേണ്ടതുണ്ട്. തോൽറ്റു
തോൽവിയുടെ രുചി അനുഭവിക്കേണ്ടി വരുന്നു. എന്താണ് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുന്നവർ, പ്രതിരോധിക്കുന്നവർ പല ഘട്ടങ്ങളിൽ നിരന്തരമായിട്ട് പരാജയപ്പെട്ടാൽ പോലും ആ പരാജയങ്ങളുടെ നിരാശയിൽ മുന്നോട്ട് വയ്ക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കരുത് എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ആ ഫലം എന്ന് പറയുന്നത് വിശ്വാസ്യതയുടേതായ ഫലമല്ല എന്ന് പറയേണ്ടി വരുന്നിടത്ത് നമ്മുടെ ജനാധിപത്യം പരാജയപ്പെടുന്നതിൻ്റെ സൂചനകളാണോ ഉള്ളത് എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ചില ഗുരുതരമായ വസ്തുതകൾ കൂടി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി 2 വ്യത്യസ്ത വാർത്താ സമ്മേളനങ്ങളിലൂടെ പുറത്തുവിട്ട വിവരങ്ങളിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ അവിടെ തുടരുകയാണ്. ചോദ്യങ്ങൾ വായുവിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു, വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകാൻ പോകുന്നു, സർക്കാർ വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾ അവിടെ തുടരുന്നു. തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക, നിലവിലെ ഭരണകൂടം അവിടെ ഉണ്ട് എന്ന് തന്നെ കരുതുക. ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് തട്ടിപ്പിലെ ഒത്തുകളി എന്ന് പറയുന്ന ആരോപണം. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ഒത്തുകളിയിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലും മണ്ഡലങ്ങളിലും വ്യാപകമായിട്ടുള്ള തോതിലുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നതിനേക്കാൾ എന്നതാണ് ആയിരിക്കും എന്നുള്ളതുമാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ നിയമസാധുതയെ മാത്രമല്ല, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമതായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യം ഹരിയാനയിലെ വ്യാജ വോട്ടർമാരെ കുറിച്ചായിരുന്നു. ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഉദാഹരണമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം 25 ലക്ഷം വ്യാജ വോട്ടർമാരെയും അവരുടെ തനി പകർപ്പുകളെയും അസാധുവായിട്ടുള്ള വിലാസങ്ങളെയും എല്ലാം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന് ആയിരുന്നു ആ കണ്ടെത്തൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രസീലിയൻ മോഡലും സ്റ്റോക്ക് ഫോട്ടോകളുമാണ്. അതായത് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ സ്റ്റോക്ക് ഫോട്ടോ 22 തവണ പല വ്യക്തികളായി വോട്ടർ പട്ടികയിൽ ഉപയോഗിച്ചതായിട്ടും തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി രാഷ്ട്രത്തോട് വിളിച്ചു പറഞ്ഞു. പ്രാഥമികമായിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് രാഷ്ട്രത്തോടാണ്, രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരോടാണ്. ആ വിളിച്ചു പറയൽ സ്വാഭാവികമായിട്ടും ബീഹാറിലെ വോട്ടർമാരുടെ കാതുകളിലേക്ക് കൂടി എത്തേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഫലമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. വാസ്തവത്തിൽ ഈ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ വിളിച്ചു പറയലുകൾ ഉണ്ടായിട്ടുള്ളത്. തെളിവുകൾ സഹിതമുള്ള വസ്തുതാന്വേഷണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താസമ്മേളനം നടന്നിട്ടുള്ളത്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ സ്വന്തം വിരൽത്തുമ്പിലെ മഷിയാക്കി ജനാധിപത്യത്തിൻ്റെ അവകാശത്തെ മാറ്റുന്ന പ്രക്രിയയിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ പറഞ്ഞ കാര്യങ്ങളെ ഉള്ളിൽ പേറാൻ കഴിയുന്ന രീതിയിൽ വോട്ടർമാർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി തീരും എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ ഐ ഡികളുണ്ട് എന്നുള്ള കാര്യം, ഒരേ വിലാസത്തിൽ തന്നെ ഡസൻ കണക്കിന് വോട്ടർമാരുണ്ട് എന്നുള്ള കാര്യം, അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളിൽ വരുത്തിയ കൃത്രിമത്വമാണ് എന്നതായിട്ടുള്ള പഠനം, ഇതൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഇത്രയും ആധികാരികമായിട്ടുള്ള തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചിട്ടും നമ്മുടെ പരമോന്നത തെരഞ്ഞെടുപ്പ് സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI എന്ത് മറുപടി നൽകി എന്നുള്ള ചോദ്യമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷവും തുടരുന്നത്. ഫലം വന്നു, മറുപടി വന്നില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി വന്നിട്ടില്ല. ഇതാണ് അതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല പ്രധാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സവിശേഷാധികാരമുള്ള ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ നടത്തിപ്പിൻ്റെ കേന്ദ്ര ചുമതലയുള്ള ആ സ്ഥാപനത്തിൽ നിന്നുള്ള മറുപടിയാണ് പ്രധാനം. അല്ലാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല പ്രധാനം എന്ന് നിരീക്ഷിക്കേണ്ടി വരുമോ? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൗനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാവും. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ സാങ്കേതികമായിട്ട് ജയിക്കുക എന്നത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ ജയിച്ചു, ഏത് വഴിയിലൂടെ ജയിച്ചു എന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ അധികാരത്തിലേക്ക്, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ MLA, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ മന്ത്രി. ഈ രീതിയിലാണ്
പാർലമെന്ററി ജനാധിപത്യത്തിലെ ജയത്തിൻ്റെ കാര്യം, അവിടേക്ക് ഏത് വഴികളും സ്വീകരിക്കാമെന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജയിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും എല്ലാവരും, ജയിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ഒരു പക്ഷേ മാധ്യമ സ്ഥാപനങ്ങളും. കാരണം ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ സാങ്കേതികമായിട്ട് ജയിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വഴികൾ ഏതായാലും രാഷ്ട്രീയത്തിലെ സാമുദായിക മസിൽ കാർഡുകൾ പെരുപ്പിക്കുന്നവർക്ക് ജയം തന്നെയാണ് പ്രധാനം എന്ന് പറയാൻ കഴിയുമായിരിക്കും. പക്ഷേ ജനാധിപത്യ പ്രക്രിയ അതിലൂടെ സംശയിക്കപ്പെടുന്നു. ഏറെ നാൾ ഒരു ജനാധിപത്യ പ്രക്രിയ സംശയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറയിൽ വിള്ളലുകൾ കൂടുതൽ ഉണ്ടാവുന്നു എന്നതാണ് അതിൻ്റെ സൂചന. വോട്ട് മോഷണം എന്ന ആരോപണം കേവലം ഒരു ക്രമസമാധാന പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ തകർക്കുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധിയാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. ഒരു ക്രിമിനൽ കുറ്റം എന്നുള്ളതിനേക്കാളുപരി, ഒരു ക്രമസമാധാന പ്രശ്നം എന്നതിനേക്കാളുപരി അതിലൂടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വിള്ളൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം, 3 തത്വങ്ങളിലൂടെയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ നിലനിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ലംഘിക്കപ്പെടുന്നു. ആ 3 തത്വങ്ങളും ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ ബീഹാറിൽ NDA നേടിയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു വിജയമായിട്ട് മുന്നോട്ട് വരികയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വീണ്ടും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സവിശേഷമായ സംഘപരിവാർ നേതാവിലൂടെയോ അധികാര തുടർച്ചയുണ്ടാവുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള 3 തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നത് പ്രധാനമാണ്. അത് ഒരു വ്യക്തി, ഒരു വോട്ട് എന്ന് പറയുന്ന തത്വം. രണ്ടാമത്തേത്, വോട്ടുകൾ യഥാർത്ഥ പൗരന്മാരെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള വിശ്വാസം. തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥാപനം നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നുവെന്നുള്ള ഉറപ്പ്. ഈ 3 കാര്യങ്ങൾ, ഈ ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള ഈ 3 തത്വങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അത് നിരന്തരം ലംഘിക്കപ്പെടുമ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ അതിലുണ്ടാവും എന്നതിൽ ഒരു സംശയവും വേണ്ട. വോട്ടർ പട്ടികയിലെ കൃത്രിമം എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു പിഴവല്ല, മറിച്ച് നമ്മുടെ സംവിധാനത്തെ ഘടനാപരമായി ദുർബലപ്പെടുത്തുന്ന ഒരു നടപടി എന്നുള്ള നിലയ്ക്കാണ് കാണേണ്ടത്. ഇപ്പം ജനകീയമായ പരമാധികാരത്തിനുള്ളൊരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. ഓരോ തവണയും തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ട എന്ന് പറയുന്ന, ആരിലും വിശ്വാസമില്ല എന്ന് പറയുന്ന, ആരിലും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം അഭിപ്രായമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നാം രേഖപ്പെടുത്തി വെക്കുന്നു. അത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ പോലും നമ്മുടെ മുന്നിലുള്ളത് ജനകീയമായിട്ടുള്ളൊരു പരമാധികാരം, അതിനുള്ളൊരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ, നിങ്ങൾ എല്ലാവരും തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ആരിലും താല്പര്യമില്ല എന്ന നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ പോലും വാസ്തവത്തിൽ ജനകീയ പരമാധികാരത്തെ നാം അംഗീകരിക്കുകയും അതിനുള്ള സംവിധാനം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പുകളെ നാം കാണുകയും നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ പോലും ആ രീതിയിൽ നമ്മളുടെ അവകാശത്തെ സ്ഥാപിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ കൃത്രിമങ്ങൾ അതിൻ്റെ സമഗ്രതയെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളെയും വിശ്വാസ്യതയോടുകൂടി സമീപിക്കാൻ കഴിയാത്ത രീതിയിൽ, അതിന് സാധിക്കാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളോടൊക്കെ വല്ലാത്ത രീതിയിലുള്ള അവിശ്വാസവും മടുപ്പും വിയോജിപ്പും തോന്നിപ്പിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. പൊതുവേ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലം ചെറുപ്പക്കാർക്കിടയിൽ ഒക്കെ വലിയ രീതിയിൽ അരാഷ്ട്രീയതയിലേക്ക് നീങ്ങുകയും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അരാഷ്ട്രീയത വളർന്നു വരുന്നത് ഇഷ്ടമുള്ളതാണ് ഫാസിസത്തെ സംബന്ധിച്ചിട്ടും ഏകാധിപതികളെ സംബന്ധിച്ചിട്ടും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത്തരത്തിൽ അരാഷ്ട്രീയത വളർന്നു വരലാണ്. ആ അരാഷ്ട്രീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കള്ളത്തരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ നടത്തൽ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തോട് തന്നെ, ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനോട് തന്നെ തോന്നുന്ന ഒരു അവിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. ഈ ആരോപണങ്ങൾ ഇനിയും ശക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വസ്തുതകളും കണക്കുകളും ഈ ക്രമക്കേടുകളും ഒക്കെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷവും അതവിടെ ചോദ്യങ്ങളായിട്ട് തുടരുകയും കൂടുതൽ വ്യാപ്തിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ അത് യാഥാർത്ഥ്യമായാൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ മുഖ്യധാരയിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മറുപടികളും ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ
സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നുമായിരിക്കും, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് രാഹുൽ ഗാന്ധി ഇതെല്ലാം പറഞ്ഞിട്ടും ജനങ്ങളിലേക്ക് അത് ചെന്നിട്ടില്ല എങ്കിൽ, വോട്ടർമാരിലേക്ക് ചെന്നിട്ടില്ല എങ്കിൽ, പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പിന്നെ എങ്ങനെയാണ് പൊതു മുഖ്യധാരയിലേക്ക് അത് എത്തിച്ചേരുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം ആവണമെന്ന് നിർബന്ധമില്ല. ബീഹാറിൻ്റെ സവിശേഷമായിട്ടുള്ള പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമ്മുടെ പൊതു രാജ്യത്തിൻ്റെ ഒരു വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു പൊതുസമൂഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ബുദ്ധിയിലേക്ക് അത് എത്തിച്ചേരാൻ ഇനിയും സമയം വേണ്ടി വന്നു എന്ന് വന്നേക്കാം. അങ്ങനെ എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? അത് തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലുള്ള പൊതുജനങ്ങളുടെ അവിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അത് മാറും. ഒരു ഭരണകൂടം, അതിലെ ഭരണാധികാരികൾ, അതിലെ ജനപ്രതിനിധികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വോട്ടുകൾ വാങ്ങി ജയിച്ചവരല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ നിയമസാധുത എന്ന് പറയുന്നത് ദുർബലമാവും. തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലെത്തിയ ഒരു സർക്കാർ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ നിർമ്മിത വിജയത്തിൻ്റെ പേരിലാണ് ഭരിക്കുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യം ഉയരും. ആർട്ടിഫിഷ്യൽ സക്സസ് എന്ന് പറയാവുന്ന നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഒരു കൃത്രിമ വിജയമാണ്. ആ കൃത്രിമ വിജയം എന്ന് പറയുന്നത് വോട്ട് ചോരിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ജനം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ വീണ്ടും വീണ്ടും ചോദ്യത്തിൻ്റെ മുനമ്പിൽ നിർത്തും എന്നതിൽ ഒരു സംശയം വിചാരിക്കേണ്ടതില്ല. അപ്പം നമ്മളുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ സമയം മുതലുള്ള കൊളോണിയൽ കാലം മുതൽ, കൊളോണിയൽ വിരുദ്ധ സമരം നമ്മൾ ആരംഭിച്ചത് മുതൽ നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ നീതിബോധമുണ്ട്. ജനാധിപത്യ നൈതികത എന്നാണ് അതിനെ പറയുക. ആ ജനാധിപത്യ നീതിബോധത്തിൻ്റെ, ജനാധിപത്യ നൈതികതയുടെ മരണമണിയാണ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ സവിശേഷമായിട്ടുള്ള മുന്നോട്ട് പോക്കുകളെക്കുറിച്ച് വിചാരപ്പെടുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കൂടുതൽ ആശങ്കാജനകമാണ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ആരോപണങ്ങളോട്, ഇങ്ങോട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളോട്, അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളാവട്ടെ, മറ്റുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിനേക്കാൾ തീവ്രത കുറഞ്ഞ ആരോപണങ്ങളാവട്ടെ, ആ ആരോപണങ്ങളോടൊക്കെ കടുപ്പത്തിൽ തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു ധാർമ്മിക ശേഷിയും ഒക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇത് മാത്രമല്ല, തെളിവുകൾ ഇഷ്ടംപോലെ ഇങ്ങോട്ട് നിരത്തുകയാണ്. തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്. ആ തെളിവുകൾ ഒരു പ്രളയം പോലെ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു നീതിബോധവും നൈതികമായിട്ടുള്ളൊരു ശക്തിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് NDA വീണ്ടും അധികാരത്തിലേറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ മറഞ്ഞു പൊയ്ക്കൊള്ളും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ആ ചോദ്യങ്ങൾ ഉയർന്നു തന്നെ നിൽക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഉത്തരവാദിത്വം കൂടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ബീഹാറിൽ ഒറ്റ സംഖ്യയ്ക്ക് അപ്പുറം കടന്നിട്ടില്ലാത്ത ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്, ആ ഫലത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ആ പാർട്ടിയെ കൂടുതൽ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പൊതുസമൂഹവും മാറും. പക്ഷെ അങ്ങനെ മാറിയാൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി പറയാൻ പോകുന്ന കുറ്റങ്ങളെ സാധൂകരിക്കലാകും. ചില ക്രൈമുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്, ക്രൈമുകൾ നടന്നുവെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ക്രൈമുകളൊക്കെ സാധൂകരിക്കാവുന്ന, ന്യായീകരിക്കാവുന്ന ക്രൈമുകളാണ്, കുറ്റങ്ങളാണ് എന്ന് തോന്നിപ്പിക്കലാകും. ഈ പറയുന്ന ജയിച്ചവരെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും തോറ്റവരെ പരിഹസിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്ക് മാറിയാൽ, വോട്ടിംഗ് ഡാറ്റ പങ്കിടാൻ വിസമ്മതിക്കൽ, വോട്ടർമാരുടെ അപ്പീലുകൾ അവഗണിക്കൽ, കൂട്ടത്തോടെ വോട്ടർമാരെ ഇല്ലാതാക്കൽ, സംശയാസ്പദമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവഗണിക്കൽ, ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്, ഇപ്പോഴും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവയെല്ലാം കുറ്റങ്ങളെ അല്ലാതാവുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും അത് ജനാധിപത്യത്തിൻ്റെ സമ്പൂർണ്ണ വിജയമാണ് എന്ന് അഹങ്കരിച്ച് പറയുകയും അതിന് മുന്നോടിയായിട്ട് പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ചോദ്യങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്താൽ, അതുകൊണ്ട് ബീഹാറിലെ ജയം സാങ്കേതികമായിട്ട് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ബീഹാറിലെ തോൽപ്പിക്കപ്പെട്ടവരുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വീണ്ടും ചോദ്യങ്ങളായിട്ട് ഉയർത്തേണ്ടതുമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർ ചോട്, അതായത് വോട്ട് മോഷ്ടിച്ചവർ അധികാരം വിടുക എന്ന് പറയുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് പൗരന്മാരുടെയൊക്കെ ജാഗ്രതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് അപകടകരമായിട്ടുള്ളൊരു ചിന്ത വളർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതായത് തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചാൽ അവർക്ക് വോട്ടിങ്ങിലുള്ള വിശ്വാസം നഷ്ടപ്പെടും.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടിങ്ങിൽ നിന്ന് പിന്മാറുന്നതിന് അവരെ താല്പര്യപ്പെടുത്തും. തെരഞ്ഞെടുപ്പിന് പുറത്ത് മറ്റ് മാർഗ്ഗങ്ങൾ, മറ്റ് ആവിഷ്കാര മാർഗ്ഗങ്ങൾ നമ്മൾക്ക് നോക്കാമെന്ന് അവർ പരിശോധന നടത്തും. പ്രത്യേകിച്ചും ജൻസിയെ സംബന്ധിച്ചിട്ടെങ്കിലും അങ്ങനെ ചിന്തകൾ വന്നേക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഭരണകൂട സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് ശരിയായിട്ടുള്ള നിലപാടാണോ അതോ അലംഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു തട്ടിപ്പിനുള്ള ഒരു നീതിവൽക്കരണമായിട്ട് അവരുടെ നിലപാടുകൾ മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തുകയും പ്രധാനപ്പെട്ട വോട്ടിംഗ് ക്രിമിനലിസത്തെക്കുറിച്ചിട്ടുള്ള കണക്കുകൾ സഹിതം അവിടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുന്നത് മാറി നിന്നുകൊണ്ട് അതുവരെ ഇല്ലാത്തൊരു നിഷ്പക്ഷത അപ്പോൾ അണിയുന്നു എന്ന് രാഹുൽ ഗാന്ധി, ഇത് നടന്നുവെന്ന് രാഹുൽ ഗാന്ധി, കൃത്രിമം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി, സ്വാഭാവികമായിട്ടൊരു മാധ്യമ പ്രവർത്തകനും മാധ്യമ സ്ഥാപനത്തിനും ഒരു സവിശേഷമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് അത് രാഹുൽ ഗാന്ധിയാകട്ടെ ആരുമാകട്ടെ പറയുമ്പോൾ ഇത് ഇന്നയാൾ പറഞ്ഞു എന്ന് പറയാതെ ഇത് കുറ്റമാണ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള ഒരു അലംഭാവപൂർണമായിട്ടുള്ള നിലപാട് ഈ തട്ടിപ്പിനുള്ള ഒരു നീതിവൽക്കരണമായിട്ട് അപ്പോൾ അണിയുന്ന നിഷ്കളങ്കതയുടെ രൂപത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ എഡിറ്റേഴ്സ് അനാലിസിസ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് പോലും ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാവും. കാരണം വലിയ ജയിച്ചവരുടെ കൂട്ടത്തിൽ എല്ലാവരും മാർപ്പ് വിളിച്ചുകൊണ്ട് NDAയുടെ ജയത്തെ അഭിനന്ദിക്കുമ്പോൾ തോറ്റവർ ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ ആരോപണങ്ങളെ ചോദ്യം ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നതിന് പകരം കേവലമായിട്ടുള്ള ചില വാചാടോപങ്ങൾ നടത്തിക്കൊണ്ട് നിഷ്പക്ഷതയുടെ മുഖംമൂടികൾ അണിഞ്ഞ മാധ്യമങ്ങൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗത്തെ പ്രതിസ്ഥാനത്ത് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും ഇത്തരം ആരോപണങ്ങൾ പരിശോധിക്കുന്നതിൽ സങ്കീർണതകൾ നേരിടുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ അലംഭാവത്തെയും അവർ അഭിനയിക്കുന്ന നിഷ്കളങ്കതയെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടും ചില കോംപ്ലിക്കേഷനുകൾ, ചില സങ്കീർണതകൾ ഉണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയവുമായിട്ട് ഒരു പൊതുതാൽപര്യ ഹർജി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ടപ്പോൾ ആ ഹൈക്കോടതിയെ തള്ളി എന്ന് മാത്രമല്ല ഹർജിക്കാരന് പിഴ ചുമത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ല നിയമ സംവിധാനം എന്നതും നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ ഉത്കണ്ഠയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് NDAക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ അവിടെ തുടരുന്നു. ആ പ്രത്യാഘാതങ്ങൾ ആഴമേറിയ പ്രത്യാഘാതങ്ങളാണ്. ആരോപണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. അവയോട് ക്രിയാത്മകമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രതികരിക്കാതിരുന്നാൽ അഴിമതി എന്നത് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറും. അഴിമതി എന്ന് പറയുന്നത് വെള്ളപൂശപ്പെട്ട കൊള്ളാവുന്ന ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് സമാന്തരമായിട്ട് ഉണ്ടാവേണ്ടുന്ന കുറ്റകൃത്യമല്ലാത്ത ഒന്നായിട്ട് സ്ഥാപനവൽക്കരിക്കപ്പെടും. അപ്പോൾ പ്രായോഗികമായിട്ട് പൊള്ളയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് സംവിധാനമായിട്ട് നമ്മുടെ ജനാധിപത്യം മാറുന്നു എന്നുള്ള ഉത്കണ്ഠ വീണ്ടും വീണ്ടും പ്രബലമാവുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് വഴി എന്നാണെങ്കിൽ സകല ആരോപണങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായിട്ടുള്ള ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടക്കാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് ഡാറ്റയിലേക്ക് പൊതുജനത്തിന് ഒരു എൻട്രി ഉണ്ടാവുമോ? പ്രവേശനം ഉണ്ടാവുമോ? വോട്ടർ പട്ടികകളുടെ ഡാറ്റ എന്ന് പറയുന്നത് സുതാര്യമാക്കാൻ കഴിയുമോ? ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ തിരിച്ചറിയുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരം നൽകുമോ? വോട്ടർ പട്ടികകളുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും സ്വതന്ത്രമായ ഓഡിറ്റുകൾ നടത്തുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇനിയും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഏതെങ്കിലും പാർട്ടി ജയിച്ചാൽ ആ ജയിച്ച പാർട്ടിയോടൊപ്പം സമ്പൂർണ്ണമായ ജനാധിപത്യ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, നിങ്ങളുടെ ജയത്തെ സമ്പൂർണ്ണമായിട്ട് അഭിനന്ദിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. മറിച്ച് ഈ പറഞ്ഞതിനെല്ലാം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ ദാസ്യം, നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ചെയ്യുന്ന വലിയ കുറ്റകൃത്യമായിട്ട് മാറും. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ അങ്ങേയറ്റം സുതാര്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നടപ്പാക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നാം ചെയ്യുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു തമാശയായിട്ട്, ഒരു കോമഡിയായിട്ട് മാറും. നമ്മുടെ വിശ്വാസ്യതയാണ് അവിടെ കട്ടെടുക്കപ്പെടുന്നത്. വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം വാസ്തവത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു മുദ്രാവാക്യം മാത്രമായിട്ടല്ല, നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോഴും വിശ്വാസമുള്ള എല്ലാ പൗരന്മാരുടെയും ആശങ്കയായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാണാൻ കഴിയണം. ഇനിയുള്ള നാളുകളിലെങ്കിലും, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുൻപെങ്കിലും എന്ന് മാത്രമാണ് എഡിറ്റേഴ്സ് അനാലിസിസിനെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി.